സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു പുണ്യകേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളിൽ ഏകദേശം ഒരു 80% പുരുഷന്മാരാണ്. എന്നാൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു ആഘോഷം, അതുപോലെ തന്നെ ഒരു തീർത്ഥാടന കാലം നമ്മുടെ കേരളത്തിലുണ്ട്. സ്ത്രീകൾക്കാണ് അതിന് ഏറെ പ്രാധാന്യം, പുരുഷന്മാർക്കല്ല എന്നല്ല, എന്നാലും സ്ത്രീകൾക്കാണത്. അതെന്താണെന്ന് വെച്ചാൽ പൊങ്കാല മഹോത്സവമാണ്. ഈ പൊങ്കാല മഹോത്സവം നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലുള്ളതാണ്. ചക്കുളത്ത് കാവ് അറിയപ്പെടുന്ന പൊങ്കാലയാണ്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ വടക്കൻ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ അപൂർവമായി മാത്രം കാണുന്നതാണ് ഈ പൊങ്കാല മഹോത്സവം. എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂരിനപ്പുറത്തേക്ക്, തൃശ്ശൂർ, അതുപോലെ മലപ്പുറം, പാലക്കാട് പിന്നെയും കുറേശ്ശെ ഉണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രയേറെ പ്രസിദ്ധമായിട്ടുള്ള പൊങ്കാലകൾ നമുക്ക് അപൂർവമാണ്. എന്നിരുന്നാലും ഇന്ന് ഓരോ സ്ഥലങ്ങളിലും ഈ പൊങ്കാല മഹോത്സവത്തിന് വളരെയേറെ പ്രാധാന്യമേറി വരുന്നുണ്ട് എന്നർത്ഥം. കാസർഗോഡിലെ ആൾക്കാർ പോലും ആറ്റുകാലിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടതറിയോ, നമ്മൾ മനസ്സറിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പൊങ്കാല സമർപ്പിക്കാം. അത് ദേവീ സന്നിധിയിലാണെങ്കിൽ വളരെയേറെ ഉത്തമം എന്നർത്ഥം. നമുക്ക് വീട്ടിൽ നിന്ന് പൊങ്കാലയിടാം. പക്ഷെ നമ്മൾ ഒരു ക്ഷേത്രത്തിലോ ദേവീ സന്നിധിയിൽ ആ ദേവിയുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തമമായി എന്നർത്ഥം. പൊങ്കാല എവിടെ ഇടാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ, കണ്ണൂർ ജില്ലയിലെ പൂവത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇതേപോലെ പൂവത്തൂർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ക്ഷേത്രമാണ് തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം എടുത്തു പറയാൻ കാരണം എന്താ അറിയോ? അത് എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 3 കിലോമീറ്റർ അകലത്തിലായതുകൊണ്ടാണ് ഞാനത് എടുത്തു വരുന്നത്. അത് കൃത്യമായിട്ട് ആ വിഷയങ്ങൾ അറിയാവുന്നത് കൊണ്ട്. ഇപ്പം ആറ്റുകാലിലെ ദേവീക്ഷേത്രത്തിലുള്ള ആ പൊങ്കാലയുടെ A to Z ചരിത്രം നമുക്ക് അറിയില്ല. കാരണം അത് അവിടുത്തെ ആചാരം ആരാണോ നടത്തിക്കുന്നത് അവർക്കാണ് അറിയാം. ചക്കുളത്ത് കാവായാലത്തെ. എന്നാൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രം എടുത്ത് പറഞ്ഞതെന്നർത്ഥം. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എല്ലായിടത്തും പൊങ്കാല സ്ത്രീകളൊക്കെ ഇങ്ങനെ ഇടിച്ച് അതിലേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ആചാരമാണ്. അപ്പോൾ പൊങ്കാല എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തിളച്ചു മറിയുന്നത് എന്നാണ് ഇതിൻ്റെ ശരിയായ മീനിങ്. എന്താണ് തിളച്ചു മറിയുന്നത്? നമ്മുടെ സങ്കല്പത്തിൽ ഒരു മൺപാത്രത്തിൽ അരിയിട്ട് പായസമോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിവേദ്യം നമ്മൾ തയ്യാറാക്കുന്നത് അത് പുതച്ച് മറിയുന്നുണ്ട്, തിളച്ച് തൂവുന്നുണ്ട്. അങ്ങനെ തിളച്ചു തൂവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പൊങ്കാല എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെങ്കിലും ഇവിടെ പ്രത്യക്ഷത്തിൽ അത് കാണുന്നുണ്ടെങ്കിലും പരോക്ഷമായിട്ട് മറ്റൊരു തിളച്ചു തൂവൽ നടക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരമാണിത്. അതെന്താണെന്നറിയോ? കൃത്യമായി പറഞ്ഞാൽ ആ പൊങ്കാല ഇടുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ആ ഭക്തിയുണ്ടല്ലോ, ഈ പൊങ്കാല നിവേദ്യം തയ്യാറാക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ നിന്നും ആ ഭക്തിമയമായിട്ടുള്ള ഇത് തിളച്ച് തൂവുകയാണ്. ഇതാകുന്നതോട് കൂടിയിട്ട് അവരുടെ ഭക്തി പൂർണ്ണമായി തിളച്ച് തൂവിയിട്ട് ആ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ തിളച്ച് തൂവുക എന്ന് പറഞ്ഞാൽ ഇവിടെ അവരുടെ ഭക്തിയെയാണ് തിളച്ച് തൂവുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. അങ്ങനെയാണ് അത് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ പവിത്രത മനസ്സിലാവുമ്പോഴത് അറിയും. അതുകൊണ്ട് തന്നെ പലർക്കും ഈ പൊങ്കാല ഇടുക എന്നുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ അത് ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ പോയിട്ട് അവിടെ ഒരു 3 കല്ല് അല്ലെങ്കിൽ 3 ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കലം വെച്ച് അതിലെന്തെങ്കിലുമായിട്ട് നിവേദ്യം തയ്യാറാക്കുന്നതെന്ന് മാത്രമേ ചിന്തിക്കൂ. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. പൊങ്കാല ഇടുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്.
വളരെയേറെ ശ്രദ്ധിക്കണം. ഓരോ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയും കൂടി ചിന്തിക്കണം. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കാം. ശരിക്കും ആ ക്ഷേത്രത്തിലെ ദേവീഭാവം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരാശക്തി, സിംഹത്തിൻ്റെ മുകളിൽ ഭക്തർക്ക് അഭയം നൽകിക്കൊണ്ടുള്ള ഒരു അമ്മയാണ്, സാക്ഷാൽ ആദി പരാശക്തിയാണ്. ചെറിയ ക്ഷേത്രമായാലും അവിടുത്തെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെ, മറ്റുള്ളവരെന്ത് പറയുന്നത് കൊണ്ട് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്, അത്ര കണ്ട അപാരമായിട്ടുള്ള ശക്തി സ്രോതസ്സിൻ്റെ ഒരു ഉറവിടമാണ് ആ ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ, ആ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പൊങ്കാലിടും കേട്ടോ. അവിടെ പൊങ്കാലിടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. അവിടെ നിന്നല്ല, ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത് എന്താണ്, കൃത്യമായിട്ട് നമ്മൾ വ്രതം എടുക്കണം. അത് ആറ്റുകാലായാലും വേണ്ടില്ല, ചക്കുളത്തുകാവായാലും വേണ്ടില്ല, കേരളത്തിൽ നിന്നല്ല, വീട്ടിൽ നിന്നായാലും എവിടെയായാലും പൊങ്കാലിടുമ്പോൾ വ്രതം നിർബന്ധമായിട്ട് എടുക്കണം. ചിന്തിക്കേണ്ടത്, പലരും നമ്മളെ വ്രതം എടുക്കുക എന്നിട്ട് വളരെ പറഞ്ഞ് പേടിപ്പിക്കും. നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. യുക്തിക്ക് നിരക്കാത്തത് ഏത് ബ്രഹ്മാവ് പറഞ്ഞാലും അനുസരിക്കരുത്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ടത്, നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതേ പറ്റൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ പറയുന്ന പൊങ്കാല നിവേദിക്കുമ്പോൾ എടുക്കുന്ന വ്രതം, പുരുഷന്മാർക്ക് ശബരിമല സമയത്ത് അവർ ദീർഘവ്രതമുണ്ട്. സ്ത്രീകൾക്ക് യഥാവിധി ഈ വ്രതം ഉത്തമം എന്ന് പറയുന്നത് 11 ദിവസം വ്രതം എടുക്കുന്നതാണ്. ഇനി 21 ദിവസം വ്രതം എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ, എത്ര എടുക്കുക അത്രയും നല്ലതാണ്. എന്നാലും 11 ദിവസം വ്രതം എടുക്കുന്നതാണ് കുറെ കൂടി നല്ലത്. അല്ല, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് 9 ആയാലും 7 ദിവസമായാലും ദോഷമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ പരമാവധി 11 ദിവസം എടുക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. ഇനി മറ്റൊരു കാര്യം, എങ്ങനെ ഈ വ്രതം എടുക്കുക, അതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, ശബരിമലയ്ക്ക് മാലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സ്വാമിമാർ വ്രതമെടുക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയാം. ഇത് നമ്മളൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്രതമാണ്. ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. നവരാത്രി വ്രതവും അങ്ങനെയാണ്, ശ്രീകൃഷ്ണ ജയന്തിയും അങ്ങനെയാണ്, പ്രദോഷവും അങ്ങനെയാണ്. മറ്റത് അങ്ങനെയല്ല. നാളെ ഇന്നൊരു ചടങ്ങ് ചെയ്യാനുണ്ട്, ആ ചടങ്ങിന് വേണ്ടി മാനസികവും ശാരീരികവും തയ്യാറെടുക്കുക. അതാണ് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴെന്ത് വേണം, പ്രധാനമായിട്ടും നമ്മൾ മത്സ്യമാംസാദികൾ അങ്ങോട്ട് ഉപേക്ഷിക്കുക. അതൊരു ദിവസങ്ങളിൽ 11 ദിവസമാണെങ്കിൽ 11, 9 എങ്കിൽ 9, 7 എങ്കിൽ 7. ഏറ്റവും നല്ലത് ഞാൻ പറഞ്ഞു 11 എടുക്കുന്നതാണ്. ഇനി 21 ആയാലും ദോഷമില്ല എന്ന് പറഞ്ഞു. ഇനിയോ, മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതോട് കൂട്ടത്തിൽ തന്നെ പ്രഭാതത്തിലും അതുപോലെ സന്ധ്യാവേളയിലുള്ള കുളി ജപം അത് നമ്മൾ ശീലമാക്കുക. ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ ശീലമാക്കണം. അതോടൊപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും ദേവീ നാമങ്ങൾ അങ്ങോട്ട് ജപിക്കുക. അത് നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്ര നാരായണ എന്നുള്ളത് അങ്ങോട്ട് ജപിക്കുക. ഇല്ലെങ്കിൽ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക. ആ അമ്മയെ സ്തുതിക്കുക. അങ്ങോട്ട് എത്ര സ്തുതിക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ അത് ഈ ഇടവേള സമയം കിട്ടുമ്പോൾ ഒക്കെ നമുക്കത് ചെയ്യുന്നത് ഈ വ്രതാനുഷ്ഠാനത്തിന് നമുക്ക് കുറേ കൂടി ഗുണം ചെയ്യും എന്നർത്ഥം. അതോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ എന്ന് പറയുന്ന ഉപവാസം എടുക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കേട്ടോ. പലരും പറഞ്ഞ് നമ്മളെ വഴിതെറ്റിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ചില ആൾക്കാർ പറയും ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുക, മറ്റുള്ള സമയത്ത് മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നേരം ഭക്ഷണം, അത് അരിയാഹാരം എന്നല്ല. അരിയാഹാരം ഒരു നേരം ആണെങ്കിൽ മറ്റുള്ള സമയത്ത് ഗോതമ്പും മറ്റുള്ള കഴിക്കുന്നുണ്ടല്ലോ, അതല്ല. ഒരു നേരം ഭക്ഷണത്തിനാണ് ഒരിക്കൽ എന്ന് പറയുക. അത് നിങ്ങൾ അരി ഭക്ഷണമാണോ ഗോതമ്പ് ഭക്ഷണമാണോ പഴമാണോ അങ്ങനെ ഒന്നും ഇവിടെ വിഷയമില്ല. ഏതായാലും നിങ്ങൾക്ക് യുക്തമെന്ന രീതിയിൽ ചെയ്യാതെ വിധത്തിലാണെങ്കിൽ നമ്മൾ എന്ത് വേണം, ഒരു നേരം ഭക്ഷണം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് ഉച്ചഭക്ഷണമെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കുക. മറ്റുള്ള സന്ധ്യാവേളകളിലൊക്കെ വെച്ചാൽ അല്പം ജ്യൂസോ അല്ലെങ്കിൽ ചെറുമാതിരി എന്തെങ്കിലും തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട്, അല്ലാണ്ട് 5 നേന്ത്രപ്പഴം, 2 ഗ്ലാസ് പാല് ഇങ്ങനെയൊന്നും പാടില്ല കേട്ടോ. ലഘു ഭക്ഷണമായിട്ട് ലളിതമായിട്ടുള്ളത് മാത്രം രാത്രി കഴിക്കുക. പകൽ നല്ലൊരു ഭക്ഷണം കഴിക്കുക. അത് അരി ഭക്ഷണം തന്നെ ആവണമെന്നില്ല, ഗോതമ്പായാലും ഏതായാലും ആ ഒരു ഭക്ഷണം അത് ചെയ്യാൻ പറ്റും. അല്ല എനിക്ക് പ്രഷറും ഷുഗറും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരിക്കലും എടുക്കണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കുളിയും ജപവും അതുപോലെ തന്നെ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ മറക്കരുത്. ഭാര്യാഭർത്താക്കന്മാർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ ആ അവസരത്തിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് മാത്രമാണോ? അത് മാത്രമല്ല, പലരും ചിന്തിക്കുന്നത് ആ ബ്രഹ്മചര്യം മനസ്സുകൊണ്ട് പോലും നമ്മൾ ശാരീരിക ബന്ധം പുലർത്തരുത്. ചില പുരുഷന്മാരുടെ കണ്ണിൽ
അല്ലെങ്കിൽ ചില സ്ത്രീകളുടെ കണ്ണിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു ഇണയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ മറ്റൊരു കാണുമ്പോൾ അവരോടൊരു മോഹം തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈശ്വരീയ ചിന്ത മാത്രം മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം, നിർബന്ധം. ഈ 2 കാര്യം നിർബന്ധമായിട്ട് പാലിക്കണം. എന്നാൽ വേറൊരു കാര്യമുണ്ട്, അത് പലരും പലതരത്തിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെതായ അറിവ് പങ്കുവെക്കാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സാക്ഷാൽ പരാശക്തിക്കാണ്. പരാശക്തി എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത ടീച്ചറൊന്നുമല്ല കേട്ടോ. പരാശക്തി എന്ന് പറഞ്ഞാൽ യുവതിയായിട്ടുള്ള, അതീവ സുന്ദരിയായിട്ടുള്ള, അതീവ ശക്തിവതിയായിട്ടുള്ള, അതീവ ശ്രേഷ്ഠയായിട്ടുള്ള ഒരു ദേവീഭാവ. അപ്പോൾ ആ ദേവിയെ പൂജിക്കുമ്പോൾ നമ്മൾക്ക് ആർത്തവം ഉള്ളവർക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഋതുമതിയല്ലേ, എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഒരു തെറ്റുമില്ല കേട്ടോ. ഋതുമതിയായ ആൾക്കാർക്കും ഇത്തരത്തിൽ മത്സ്യമാംസാദികൾ കഴിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ഈശ്വരീയ നാമം ജപിച്ചും കൊണ്ട് ഈ വ്രതം അനുഷ്ഠിക്കാം. എന്നാൽ യഥാവിധി ഈ ഋതുമതി ആയിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പഴയ കാലത്തെ ആചാരമായാലും ഇപ്പോഴത്തെ ആചാരമായാലും അവർ വീടിന് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്നത് അവരുടെ ശാരീരിക ക്രമത്തിന് ഗുണകരമാകുന്നതുകൊണ്ട്, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്നൊരു നിയമം പണ്ട് കാലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അവർ ഋതുമതിയായിരിക്കുന്നതാണെങ്കിൽ അവർ പൊങ്കാലിടരുത്. അല്ല, ഈ ഋതുമതി ആയിരിക്കുന്നത് കഴിഞ്ഞു, നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് പൊങ്കാല, നിങ്ങൾക്ക് ശരീരശുദ്ധി വരുത്തിയിട്ട് പൊങ്കാലിടാം. ഋതുമതി ആയിരിക്കുന്നതെല്ലാം കഴിഞ്ഞല്ലോ. ഇനി ഇപ്പം നാളെ കുളിച്ച് ശുദ്ധിയായിട്ട് മറ്റന്നാൾ വേണമെങ്കിൽ പൊങ്കാല ഇടുന്നതിൽ തെറ്റില്ല. കാരണം നിങ്ങളും ദേവിമാരാണ്. എല്ലാ ദേവിമാർക്കും ഈ പറയുന്ന ഋതുമതി ആകുന്ന ഇതുണ്ട്. സാക്ഷാൽ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതീ ദേവിക്ക് ഇതേ അവസ്ഥ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ തൃപ്പുത്താവുക എന്ന് പറയുന്ന ആചാരം നടത്തുന്നത്. ആ തൃപ്പുത്തായി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ആ ഉടയാടുകൾ ലേലം ചെയ്ത് വിൽക്കുന്നത് ദേവസ്വം ബോർഡാണല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ ആ റെസ്റ്റ് എടുത്തത്. ആ റെസ്റ്റ് നമ്മൾ എടുക്കണം. ഈ അവസരത്തിൽ ഋതുമതി ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യരുത്. അല്ല, അതിന് 2 ദിവസം മുന്നേ തന്നെ ആ ആർത്തവ രക്തം നിന്നിട്ടുണ്ട്, വേറെ അശുദ്ധി, പിന്നെ ശരീരത്തിന് വേറെ ദോഷമൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് വ്രതാനുഷ്ഠാന കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വീട്ടിൽ വേണമെങ്കിൽ നമുക്കിടാം, ക്ഷേത്രത്തിലിടാം. എന്നാൽ നമ്മളെ ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയിടുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞു വളരെ ചെറിയ ക്ഷേത്രമാണ്, പക്ഷെ അതിഗംഭീരമായിട്ടുള്ള ചൈതന്യമാണ്. ഒരുപാട് അനുഭവങ്ങൾ, നിരവധി അനുഭവങ്ങൾ എനിക്കും ഉണ്ട്, എൻ്റെ അറിവിൽ നിരവധി ആൾക്കാർ പങ്കുവച്ചിട്ടുണ്ട്. നിരവധി ആൾക്കാർ പങ്കുവെച്ചത് കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ എല്ലാവർക്കും അവിടെ ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പൊങ്കാലിടാം. അവർ ഇന്ന ജാതിയാണ് മറ്റേ ജാതി അതൊന്നും ഇവിടെ വിഷയമല്ല. മുസ്ലിമാണ്, ഹിന്ദുവാണ്, ക്രിസ്ത്യാനാണ്, അതൊന്നും വിഷയമല്ല. ആർക്ക് വേണമെങ്കിലും പൊങ്കാലിടാം. പക്ഷെ അവിടെ പൊങ്കാലിട്ടാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെ 100% അതിന് ഫലം കിട്ടിയിട്ടുണ്ട് നിരവധി ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ഷേത്രത്തിന് അടുത്തായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. എന്നാൽ നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, അത് ഏത് ഭാഗത്തിൽ ആൾക്കാർ പൊങ്കാലിട്ടാലും ആദ്യം അവർ ചെയ്യേണ്ടതാണ് അറിയാം, അവരുടെ സ്വന്തം കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം വേണം പൊങ്കാലിടാൻ വരാൻ. ഏതാവട്ടെ, അച്ഛൻ്റെയും അമ്മയുടെ കുടുംബക്ഷേത്രം ഉണ്ടാവല്ലോ, ആ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കണം. അമ്മയെ ഞാൻ ഇങ്ങനെ ഈ ആദിപരാശക്തിയുടെ ആ നിത്യചൈതന്യം വിളങ്ങി നിൽക്കുന്ന ആ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, അവിടെ പൊങ്കാല സമർപ്പിക്കാൻ പോവുകയാണ്, അങ്ങയുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അനുവാദം വാങ്ങിച്ചിട്ടേ വരാമോ. നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അച്ഛനോടും അമ്മയോടും അനുഗ്രഹം വാങ്ങിക്കുന്നില്ലേ? ഇത് ശ്രേഷ്ഠമായ കർമ്മല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബദേവതയോട് അനുവാദം വാങ്ങിക്കണ്ടേ, അനുഗ്രഹം വാങ്ങിക്കണ്ടേ? അത് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അനുവാദം വാങ്ങിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, പൊങ്കാല ഇടാൻ തയ്യാറായി നമ്മൾ നേരെ എന്ത് ചെയ്തു, ഈ പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തി നിൽക്കട്ടെ. ഇനി ഇതല്ല, മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ ചെയ്യേണ്ടത്, പല ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇത് അറിയുന്നതുകൊണ്ട് പറയുകയാണ്, ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ടത് അറിയാം. അവിടെ പോകുന്ന അവസരത്തിൽ നമ്മൾ പുതുവസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും കാലം എനിക്കുണ്ടായിട്ടുള്ള പല ദുരിതങ്ങൾക്കും പരിഹാരം തേടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് മാനസികമായിട്ട് നമുക്ക് എന്ത് വേണം? ശുദ്ധി വേണം, മനഃശുദ്ധി.
അതോടൊപ്പം ശരീരശുദ്ധി വേണം, കുളിച്ച് ശുദ്ധിയോടുകൂടി വരണം. അതുപോലെ തന്നെ ആഹാരശുദ്ധി വേണം. ആഹാരശുദ്ധി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാതെ വേണം വരാൻ. ഇനി അതല്ല, ചില ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുള്ള ആളായിരിക്കട്ടെ, അങ്ങനെ എന്തുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ച് ഗുളികയൊക്കെ കഴിച്ചിട്ട് വരാം. അല്ലാത്ത ആൾക്കാർ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ വേണം ഈ പറയുന്ന ഇതിലേക്ക് വരാൻ. അപ്പം മനഃശുദ്ധി വേണം, ആഹാരശുദ്ധി വേണം, അതുപോലെ ശരീരശുദ്ധി വേണം. പിന്നെന്താ വേണ്ടത്? വാക്ശുദ്ധി വേണം. വാക്കുകൊണ്ട് നമ്മൾ ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വിഷമവും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരോടും ശ്രേഷ്ഠമായിട്ട് ഈശ്വരീയ നാമത്തിൽ നല്ല വാക്ക് മാത്രം പറയുക, നല്ല വാക്ക് സംസാരിക്കുക. അവിടെ നാമജപം മാത്രം. അപ്പോൾ എന്താ? ഒന്നാം തരം വാക്ശുദ്ധിയായി. അപ്പോൾ വാക്ശുദ്ധി വേണം, മനഃശുദ്ധി വേണം, ശരീരശുദ്ധി വേണം, ആഹാരശുദ്ധി വേണം, കർമ്മശുദ്ധി വേണം. അങ്ങനെ പഞ്ചശുദ്ധികളുമുണ്ട്. കർമ്മശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു കർമ്മം എന്താണെന്നുള്ളത് അത് ശുദ്ധിയോടുകൂടി ചെയ്യണം എന്നർത്ഥം. ഇവിടെ നോക്കൂ, നമ്മൾ പുതുവസ്ത്രം ധരിക്കാൻ പറ്റുമെങ്കിൽ ഉത്തമം. ഇനി പുതുവസ്ത്രം വാങ്ങാനൊന്നും സാമ്പത്തികമില്ല, വിഷമിക്കണ്ട കേട്ടോ. അലക്കി തേച്ചിട്ടുള്ള വസ്ത്രം ഉണ്ടാവില്ലേ, ആ അലക്കി തേച്ച ശുദ്ധമായിട്ടുള്ള വസ്ത്രം, ശുഭ്രവസ്ത്രം എന്ന് പറയാം, ആ വസ്ത്രം നമ്മൾ ധരിക്കുക. കളർ വസ്ത്രം പരമാവധി ഒഴിവാക്കുക. പറ്റുമെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വളരെ ലൈറ്റ് കളർ, ഇപ്പോൾ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഉത്തമം. അതിന് വല്ലാത്തൊരു സൗന്ദര്യമായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് എന്നർത്ഥം. അപ്പോൾ എന്ത് വേണം? ഈ പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതുവസ്ത്രം ധരിച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. ഒരു സാധനവും കയ്യിൽ കരുതണ്ട. അവിടെ നിങ്ങൾ നേരെ അവിടേക്ക് വരിക, മുൻകൂട്ടി പേര് കൊടുക്കേണ്ടി വരും. പേര് കൊടുത്തിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യുക. പൈസ കൊടുത്തിരുന്നു രജിസ്റ്റർ കേട്ടോ. നിങ്ങൾ പേര് കൊടുത്ത് രജിസ്റ്റർ, പൈസ കൊടുക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ സൗകര്യമാണ്. എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൻ്റെ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കിറ്റ് തരും. ഈ കിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പൊങ്കാല സമർപ്പണം ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ആ കിറ്റിൽ ഉണ്ടാവുമെന്നറിയോ? തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അരി നമുക്ക് നിവേദ്യം, അവിടെ പായസമാണ്, ശർക്കര പായസമാണ് അവിടെ ദേവിക്ക് നിവേദിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കൂടുതലും. അപ്പോൾ നമുക്ക് എന്ത് വേണം ചെയ്യട്ടോ, അവിടെ ചെയ്യുന്നത് അരിയാണ്, പിന്നെ ഇതാണ് പായസമാണ്. മറ്റുള്ളവർക്ക് ഇനി മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അരി അവിടെ നിന്ന് കിട്ടും, അതിനുള്ള ശർക്കരയും അവിടെ നിന്ന് കിട്ടും, അതിൽ കൊഴിക്കേണ്ട നെയ്യും അവിടെ നിന്ന് കിട്ടും, കൂടാതെ പഴം കിട്ടും, ഇത് പാകം ചെയ്യാനുള്ള കലം കിട്ടും, സമീപത്ത് കത്തിച്ചു വെക്കാനുള്ള ചന്ദനത്തിരി കിട്ടും, തലയിൽ മുടിയൊന്നും താഴേക്ക് വിടുമ്പോൾ അതവിടെ നമ്മുടെ ശുദ്ധി പ്രധാനമാണ്. അപ്പോൾ അതിനുള്ള തോർത്ത് കിട്ടും, തവി, ഇത് ഇളക്കണ്ടേ, അതിനുള്ള തവി കിട്ടും, അതുപോലെ തന്നെ കർപ്പൂരം അത് കിട്ടും, വിറക് അതും ഉണ്ടാകും, ഇഷ്ടികയും ഉണ്ടാകും. പിന്നെന്താ വേണ്ടത്? എല്ലാ സാധനവുമായി തുച്ഛമായ പൈസയുള്ളൂ കേട്ടോ, അമിതമായ പൈസയൊന്നുമില്ല. ഏതൊരാൾക്കും അവിടെ ചെന്നിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനം അവിടെ കിട്ടി. ഇനി കൂടാണ്ട് പായസത്തിന് കുറേ കൂടി രുചികരമാക്കണം. കാർക്ക സാക്ഷാൽ പരാശക്തിക്ക് സമർപ്പിക്കേണ്ടതാ. അപ്പോൾ നല്ല രുചികരമാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് പറ്റുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. കടയിൽ നിന്ന് വാങ്ങിച്ച് ശുദ്ധിയുള്ളത് കഴുകി ഇതായിരുന്നു. ഇപ്പോൾ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചിരകിയിട്ട് കൊണ്ടുവരാൻ പാടില്ല. അത് ഇവിടെ എത്തുമ്പോൾ അത് ഈ അമ്മയുടെ ആ പൊങ്കാല സ്ഥലത്ത് വെച്ചിട്ടാണ് ചിരകണം എന്നർത്ഥം, തേങ്ങ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ. അല്ല കുറച്ചും കൂടി നെയ്യ് കൂടുതൽ അവിടെ നിന്ന് അത്രയും കിട്ടുന്നറിയില്ല, കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പശു നെയ്യ് കൊണ്ടുവരാം. അതുപോലെ ശർക്കര നല്ല കടും പായസമാക്കണം, അങ്ങനെയുള്ള ശർക്കര കൊണ്ടുവരാം. ഇവിടെ എന്തായാലും കിട്ടും, കൂടുതലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മുന്തിരി വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ തോന്നുന്നു അതൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ചേർത്തിട്ട് ഇതാക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഈ കിറ്റിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും മുൻകൂട്ടി അവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഈ പൊങ്കാല സമർപ്പിക്കുമ്പോൾ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? തന മന ധന സമർപ്പണ, അതാണ് കർമ്മശുദ്ധി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സ് അവിടെ സമർപ്പിക്കണം. തന മന ധന എന്നാണ് പറയുന്നത്. അപ്പൊ തന എന്ന് പറഞ്ഞ ശരീരം. അപ്പൊ ശരീരം കൊണ്ട് പൂർണ്ണമായിട്ടും ആ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു, മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ചു. ധനം കൊണ്ടും, എന്താണ് ധനം എന്ന് പറയുന്നത്? ആ ശ്രേഷ്ഠമായ മൺപാത്രത്തിൽ ആ ശർക്കരയിട്ട് അരിയിട്ട് നിവേദിക്കുന്നതാണ് നമ്മുടെ സംബന്ധിച്ചോളം ധനം, നമ്മുടെ ശ്രേഷ്ഠമായ ധനം. അങ്ങനെ എല്ലാം ആ അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു അസുലഭ നിമിഷം, അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർമ്മം വളരെ ശ്രേഷ്ഠതയോടുകൂടിയാണ് എല്ലാവരും ചെയ്യുന്നത്.
നമ്മൾക്കും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നല്ലോ, അത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് കൂടി ചിന്തിക്കണം. ഈ പൊങ്കാല ആയിട്ടൊരു നിവേദ്യം ഉണ്ടാക്കുന്നത് ഇത്തിരി സാധനങ്ങൾ ഞാൻ പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ പഞ്ചഭൂത തത്വങ്ങളാണ്. പഞ്ചഭൂതങ്ങളുടെ തത്വമായിട്ട് ഉദാഹരണം നോക്കൂ. അവിടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിയാണ്, ജലമാണ്, ആകാശമാണ്, വായുവാണ്, അഗ്നിയാണ്. ഈ 5 തത്വങ്ങളാണ്. അപ്പോൾ ഈ അഗ്നിതത്വത്തിൽ ആദ്യം നമ്മൾ ദീപം കൊളുത്തി അവിടെ പൊങ്കാല അടുപ്പിലേക്ക് പകർന്ന് കിട്ടുന്ന ദീപമുണ്ടല്ലോ, ആ അഗ്നി ആദ്യം ഈ അടുപ്പിലേക്ക് നമ്മൾ പകർന്നു. അപ്പോൾ അവിടെ എന്തായി? അഗ്നിതത്വമായി. ഈ അഗ്നി കത്തണമെങ്കിൽ എന്ത് വേണം? അതിന് വായു വേണം. അതവിടെയുണ്ട്. ഇത് കത്തിക്കഴിഞ്ഞാൽ ചൂട് എങ്ങോട്ടാണ് പൊങ്ങുന്നത്? മേൽപോട്ട് വരുമല്ലോ, പരിസരത്തെല്ലാം. അത് ആകാശത്തേക്കാണ് വരുന്നത്. അതിൻ്റെ ചൂടും എല്ലാം മുകളിലേക്ക് വരും. അപ്പോൾ ആകാശതത്വമായി, അഗ്നിതത്വമായി, വായുതത്വമായി. ഭൂമിയുടെ മണ്ണിൻ്റെ തത്വം എന്ന രീതിയിലാണ് ആ മൺകലം. ഈ മണ്ണിൻ്റെ തത്വം തന്നെ കഴിഞ്ഞാൽ പിന്നീടുള്ള ജലതത്വമാണ്. അതാണ് പായസത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ജലം. ഇത് തന്നെയാണ് നമ്മുടെ ശരീരവും. ഈ ശരീരത്തിലുള്ളത് ഈ 5 തത്വങ്ങളാണ്. അഗ്നി, വായു, ജലം, ആകാശം, അതുപോലെ തന്നെ ഭൂമി തുടങ്ങിയിട്ട് എല്ലാ തത്വങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം നമ്മൾ പഞ്ചഭൂത തത്വങ്ങളായിട്ടുള്ള നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് ആ അമ്മയ്ക്ക് മുന്നിൽ പഞ്ചഭൂതങ്ങളുടെ തത്വമായിട്ടുള്ള നിവേദ്യം സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് നമ്മുടെ ഓരോ ആൾക്കാരും വരുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ ഈ പൊങ്കാല ഇടുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? അതും ചിന്തിക്കണം. വിവാഹം കഴിയാത്ത ആൾക്കാർ, ഇത് ഇവിടെ ഉണ്ടായ അനുഭവം കൊണ്ട് വരാണ്. നിരവധി ആൾക്കാരുടെ സംഭാഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് അങ്ങയുടെ നമ്മുടെ ഈ കുടുംബത്തിലെ ആൾക്കാരോട് പറയുന്നത്, കേൾക്കുന്ന ആൾക്കാരോട് പറയുന്നത്. എന്താണ്? വിവാഹം കഴിയാത്ത ആൾക്കാർക്ക് ഉത്തമമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം. അതുപോലെ തന്നെ നമ്മൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെന്നിരിക്കട്ടെ, രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. ദീർഘായുസ്സിന് വേണ്ടിയിട്ട് അത് നമുക്കിത് ചെയ്യാം. ജോലി സംബന്ധമായ തടസ്സമുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാം. അതോടൊപ്പം രോഗമുക്തി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ഈ ഒരു പൊങ്കാല ഇടുമ്പോൾ കിട്ടുന്ന ഗുണം കൊണ്ട് അത് സാധ്യമാക്കും. അതുപോലെ ഭൂമി വാങ്ങാനോ അതുപോലെ വിൽപ്പന നടക്കാത്തതോ അതുപോലെ വീട് വാങ്ങിക്കാനോ വിൽപ്പന നടക്കാത്തതുണ്ടെങ്കിൽ ഇവ സംബന്ധിക്കുന്നമായ വിഷയങ്ങൾക്കും ഇവിടെ പരിഹാരം കിട്ടും ഈ പൊങ്കാല സമർപ്പണത്തിലൂടെ എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ പൊങ്കാല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിലെ ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഒഴിഞ്ഞു പോകാനും ഇത് ഉപകരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വേണമെന്നറിയാം, ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കാനാണ് നമ്മൾ വരുന്നിരിക്കട്ടെ. ഇനി അവിടെയല്ല, നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിക്കാൻ പോയാലും ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തളിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലാണ് വരുന്നതെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ റെസീറ്റും കാര്യങ്ങളിലൊക്കെ മുറിക്കൂല. ഇനി നല്ല അല്പസമയമുണ്ട്, നമ്മുടെ പരിചയത്തിലുള്ള ഒരാളുടെ വീടുണ്ട്, പോകാൻ പാടില്ല. നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. അമ്മയ്ക്ക് നമ്മൾ ആ നിവേദ്യം സമർപ്പിക്കുന്നത് വരെ മറ്റെവിടത്തേക്കും പോകാൻ പാടില്ല, മറ്റു ക്ഷേത്രങ്ങളിലേക്കും പോകാൻ പാടില്ല. നമ്മൾ ഒരേ ഒരു ലക്ഷ്യം ശബരിമല എന്നല്ലേ പറയുന്നത്. അതുപോലെ പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നവരുടെ ഒരേ ഒരു ലക്ഷ്യം ആ അമ്മയ്ക്കുള്ള നിവേദ്യം സമർപ്പിക്കുക എന്നാണ്. ആ നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, മറ്റുള്ള എവിടെയും പോകാൻ പാടുള്ളൂ. രാവിലെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊന്നും കഴിക്കരുത്. അപ്പോൾ ഇത് പൊങ്കാല സമർപ്പിച്ച് ഇതാക്കുന്ന സമയത്ത് അവിടെ ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞ് ആ പൊങ്കാല നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ ആ നിവേദ്യം നമ്മൾക്ക് തന്നെ അമ്മയുടെ തിരുനടയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് നിവേദിക്കാനുള്ളൊരവസരം തളിപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലുണ്ട്. മറ്റ് നമ്മൾ പാറ്റുകാലോ അല്ലെങ്കിൽ ചക്കുളത്തോ അത് നമുക്ക് സാധ്യമാകണമെന്നില്ല. ഏത് ക്ഷേത്രത്തിലാണോ അല്ലെങ്കിൽ ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആണ് നമ്മൾ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇട്ട് കഴിഞ്ഞാലും ആ നിവേദ്യം എടുത്ത് വീണ്ടും ഈ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമർപ്പിക്കുന്നതോട് കൂടിയാണ്, സമർപ്പിച്ചതിന് ശേഷമാണ് ആ പ്രസാദം നമുക്ക് കിട്ടുക. അത് വളരെ അസുലഭമായിട്ടുള്ള നിമിഷമാണ്, അങ്ങനൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഗുണമാണ് ഉണ്ടാകുന്നത് ആ ദേവിയുടെ. അതിനുശേഷം അവിടെ തന്നെ അവർക്ക് ഭക്ഷണം ഉണ്ടാവും സൗജന്യമായിട്ട്. അവർക്ക് അവിടെ നിന്ന് പൊങ്കാല ഇടുന്ന ആൾക്കാർക്ക് രാവിലത്തെ പ്രാതൽ ഉണ്ടാവും. അതിനുശേഷമാണ് പ്രാതൽ കഴിക്കുക. രാവിലെ 7 മണിക്ക് 8 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും 7 മണിക്ക് മുമ്പ് തന്നെ പലരും എത്തിച്ചേരും. അപ്പോൾ ആ രാവിലത്തെ പ്രഭാത ഭക്ഷണം അവിടെ നിന്ന് കഴിക്കും.
ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും തിരിച്ചു പോവുക. ആ പോകുന്ന അവസരത്തിൽ ആ പാത്രം നിറയെ ആ ശർക്കര പായസം നിവേദിച്ച, അമ്മയ്ക്ക് നിവേദിച്ച ആ പായസമൊക്കെ എടുത്തുകൊണ്ടാണ് ഇവർ പോവുക എന്നർത്ഥം. അതുകൊണ്ട് ഈ പൊങ്കാല സമർപ്പിക്കാൻ നമുക്ക് നല്ലൊരു അവസരമാണ്. പലരും ചിന്തിക്കും, എന്താണ് ഈ പൊങ്കാലയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലരും ചിന്തിക്കാറുണ്ട്. വളരെ ശ്രേഷ്ഠമാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം പാർവതി ദേവി കുറേ കാലം തപസ് ചെയ്തു. ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള തൻ്റെ ആ സാക്ഷാൽ പരമശിവനെ എനിക്ക് ഭർത്താവായി കിട്ടണമെന്ന്. നമ്മൾക്കും ഉണ്ടാവും ഇതുപോലെ വലിയ വലിയ മോഹങ്ങൾ ഉണ്ടാവും. ഒരു ആൾക്ക് പരമശിവനെ പോലെയുള്ള ശ്രേഷ്ഠനായ ഒരാളെ വിവാഹം കഴിക്കാൻ കിട്ടുമെന്നാണ് സാധാരണ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഒരാളുടെ ആ മോഹമാണ്, എനിക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്വപ്നം, വലിയൊരു വീടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലി സംബന്ധമായ മക്കളുടെ കാര്യങ്ങളാവാം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഉദ്ദേശത്തിലൂടെ പാർവതി ദേവി അന്ന് നല്ലതുപോലെ തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നില്ല. ഭഗവാനെ തപസ്സിളക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം. ഭഗവാൻ തപസ് ചെയ്യാണ്. അതിൻ്റെ അടുത്താണ് ഈ പാർവതി ദേവി ഈ ഭഗവാന് വേണ്ടി നിവേദ്യങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവസാനം ദേവി തോന്നി, ഇതിനൊറ്റ വഴിയുള്ളൂ. ആ പരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ പറയുന്ന ഭഗവാന് വേണ്ടിയിട്ടൊരു നിവേദ്യം അങ്ങോട്ട് തയ്യാറാക്കി. ആ നിവേദ്യം തുളച്ച് ആ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്ന ആ ഭാവത്തിൽ, ആ ഭക്തിയോടുകൂടിയുള്ള ആ നിവേദ്യം തിളച്ച് പൊന്തുന്നതോടുകൂടി ഭഗവാൻ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത്. കണ്ണു തുറന്ന് ആ പാർവതി ദേവിയെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. നോക്കണം, മനസ്സുകൊണ്ട് അവിടെ നിന്നാണ് സ്വീകരിക്കുന്നത് ആദ്യം. അപ്പോൾ ഇതുപോലെ ആ പതച്ച് പൊങ്ങുമല്ലോ. ഈ പതച്ച് പൊങ്ങുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധ്യമാകും. ചില ആൾക്കാർ പറയുന്നറിയോ, കിഴക്കോട്ട് തൂവിയാൽ ഉത്തമമാണ്, തെക്കോട്ട് തൂവിയാൽ ദോഷമാണ്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് കത്തിക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് കൂടുതൽ കത്തുന്നത് ആ ഭാഗത്തേക്ക് കൂടുതൽ ഇങ്ങനെ തിളച്ച് തൂവും. അത് ദോഷമാണ് ഒന്നുമില്ല. കൃത്യമായിട്ട് ഇത് നല്ലവണ്ണം വെന്ത് രുചികരമായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഈ പരമശിവന് പാർവതി ദേവി സമർപ്പിച്ചെന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിക്കണമെന്നറിയാം. അവിടെ ചെയ്യുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ, ഇത് എൻ്റെ ദേവന് അല്ലെങ്കിൽ എൻ്റെ ദേവിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഭക്തിയോടെയും ശ്രദ്ധയോടും കൂടി അതിലൊരു പൊടിയോ മറ്റെന്തെങ്കിലും തരത്തിലൊന്നും ആവാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി, കൊച്ചു കുട്ടികൾക്ക് നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നില്ലേ, ആ ശ്രദ്ധയോടുകൂടി വേണം ഈ പൊങ്കാല നമ്മൾ നിവേദ്യം തയ്യാറാക്കാൻ. എന്തിട്ട് വേണം നിവേദ്യം തയ്യാറാക്കാൻ? അത്ര ശ്രദ്ധയോടുകൂടി. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാറുണ്ട്. എന്നറിയോ, ഈ മഹിഷാസുരനെ വധിച്ചല്ലോ നമ്മുടെ പരാശക്തി. ഈ പരാശക്തി മഹിഷാസുരനെ വധിച്ച സമയത്ത് അവിടെയുള്ള എല്ലാ ദേവസ്ത്രീകളടക്കമുള്ള ആൾക്കാർ ആ സന്തോഷാധിക്യം കൊണ്ട്, കാരണം ഏറ്റവും വലിയ ദോഷത്തെയാണ് ഇല്ലാതാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹിഷാസുരനാകുന്ന ദോഷത്തെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മുടെ ഉള്ളിലുള്ള മഹിഷാസുരൻ ആരറിയാം? നമ്മുടെ വീട്ടിലെ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ രോഗം, അത് ദോഷമാണല്ലോ. മഹിഷാസുരൻ ദോഷമാണ്. അപ്പോൾ രോഗം മഹിഷാസുരനാണ്. നമ്മുടെ ദാരിദ്ര്യം മഹിഷാസുരനാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള കലഹം അത് മഹിഷാസുരനാണ്. ഇങ്ങനെ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ എന്ത് വേണം? നശിപ്പിച്ചു തരണം എന്നുള്ള ചിന്തയോട് വേണം ചെയ്യാൻ. അപ്പോൾ ആ മഹിഷാസുരനെ വധിച്ചു വന്ന ദേവിക്ക് സന്തോഷാധിക്യത്താൽ എല്ലാ ദേവസ്ത്രീകളും പൊങ്കാല സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ആ അമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്കിതെല്ലാം സാധിപ്പിച്ചു തരും ഭഗവാനെ. ഞാൻ ഇത് പൊങ്കാല എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ച് തന്നിട്ട് പൊങ്കാല ഇടാന്നല്ല പറയണ്ട്, സാധിപ്പിച്ച് തരും. പക്ഷെ ഭക്തി വേണം കേട്ടോ. ഉറച്ച ഭക്തിയോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഉറച്ച ഭക്തിയോടുകൂടി. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാറുണ്ട്, ചിലപ്പതികാരം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടെ കണ്ണകിയെക്കുറിച്ച് പറയുന്നുണ്ട്. കോവിലൻ്റെ കണ്ണകി, തമിഴ്നാട്ടിലുള്ളൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യം തന്നെയാണ് ചിലപ്പതികാരം. അതിൽ കണ്ണകി കോപാന്തയായിട്ട് തൻ്റെ ഭർത്താവിനെ ചതിച്ചു കൊന്ന ആ രാജ്യത്തിലെ ആൾക്കാരോടുള്ള ദേഷ്യ നിമിത്തം കോപാന്തയായിട്ട് മധുരാ നഗരം മുഴുവൻ ചുട്ടരിച്ചു എന്നാണ് പറയുന്നത്. പാണ്ഡ്യരാജ്യത്തെ ആ മധുരാ നഗരം മുഴുവൻ ചുട്ടരിച്ച ആ കോപാകുലയായിട്ടുള്ള കണ്ണകിയുടെ കോപം ശമിപ്പിക്കാൻ വേണ്ടി മധുരാനിവാസികളായ സ്ത്രീകളെല്ലാം, കാരണം അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനൊക്കെ ദോഷം സംഭവിക്കും, അത്ര കോപം കൊണ്ട് ഇതാവാണ്, അവിടുത്തെ സ്ത്രീകളെല്ലാം പൊങ്കാല സമർപ്പിച്ചു, ആ അമ്മയുടെ കോപം ശമിപ്പിച്ചു എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യങ്ങൾ, നമ്മുടെ ഉദ്ദിഷ്ടകാര്യം നടപ്പാകാതെ പോകുന്നത്, ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണ്. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൊങ്കാലയിടാം. അപ്പോൾ പൊങ്കാലയിടാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പൊങ്കാലയിടാം. വീട്ടിലാണെങ്കിൽ കിഴക്കോട്ട്
വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ഇടുന്നതാണ് നല്ലത്. തെക്ക് ഭാഗത്ത് ഇടാതിരിക്കുകയും കൊണ്ട് മറ്റേ ഏത് ഭാഗത്ത് ഇട്ടാലും വിഷയമൊന്നുമില്ല. ഇനി തെക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ തെക്കിൻ്റെ കിഴക്കോട്ട് വന്നിട്ട് ചെയ്താൽ മതി. എന്തായാലും ഉത്തമം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പൊങ്കാല ഇടുന്നതായിരിക്കും. ഇത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ 2 വർഷം മുന്നേ, കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ അവിടെ പോയ സമയത്ത് ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് ഒരാൾ ഇങ്ങനെ എടുത്തിട്ട് പൊങ്കാല ഇടുന്ന കണ്ടു. ചെറിയ കുട്ടി. ഞാൻ ചോദിച്ചു, കുട്ടിയെ നിങ്ങൾക്ക് അടുത്തുള്ള ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തൂടെ? അല്ല, ഇത് ഈ മോക്ക് വേണ്ടിയിട്ട് ഇടുന്നത്. കാരണം മക്കളില്ലാത്ത എനിക്ക് ഇവിടുത്തെ ഈ അമ്മയുടെ മുന്നിൽ സന്താന ഗോപാല ഹോമം കഴിച്ചത് കൊണ്ടാണ്. അവിടെ ഒരു ഹോമം ഉണ്ട് കേട്ടോ, പുത്രകാമേഷ്ടി യാഗം നടത്തിയിട്ട് ശ്രീരാമൻ ഈ ദശരഥന് മക്കളുണ്ടായല്ലോ, അതിനെ അനുസ്മരിപ്പിക്കുമ്പോഴത്തേക്കാണ് പ്രധാനമായിട്ടൊരു പൂജ നടക്കുന്നുണ്ട്, സന്താന ഗോപാല ഹോമം. ആ ഹോമം നടത്തി കഴിഞ്ഞാൽ മക്കളില്ലാത്തക്ക് മക്കളുണ്ടാകും എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹോമം നടത്തിയിട്ട് അവിടുത്തെ പറഞ്ഞ പ്രസാദം നിശ്ചിത ദിവസം കഴിക്കണം. ആ നിശ്ചിത ദിവസം കഴിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല ഇടാൻ വേണ്ടി ഞാൻ ഈ കുട്ടിയെയും എടുത്ത് വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പുണ്യ സങ്കേതമാണ് നമ്മുടെ ഈ തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്ഷേത്രത്തിൽ പോയിട്ട് പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ പൊങ്കാല ഇടാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ട് ഇടണമെന്നില്ല. ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. മകരമാസം 7-ാം തീയതിയാണ് പൊങ്കാല ഉണ്ടാവുക. അതിനു മുമ്പേ അവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട്. 5, 6, 7 തീയതികളിലൊക്കെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ പൊങ്കാല സമർപ്പണം മകരമാസം 7-ാം തീയതി, മകരപ്പൊങ്കാല. ആ മകരപ്പൊങ്കാല സമർപ്പിച്ച് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക. ഇതേ അവസരത്തിൽ പൊങ്കാല സമർപ്പണം കഴിഞ്ഞു. പൊങ്കാല സമർപ്പണം കഴിഞ്ഞാൽ ചില ആൾക്കാർ ചിന്തിക്കും, ഈ പാത്രം എന്താണ് ചെയ്യുക? നമ്മൾ നിവേദ്യം ചെയ്ത പാത്രം ഉണ്ടാവില്ല, അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. അതും കൂടി പറയാം, നല്ല ഒരു പൂർണ്ണത വരും. അപ്പോൾ ഈ പാത്രം വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ മത്സ്യമാംസാദികളൊന്നും വെക്കരുത്. അല്ലാതെ നമ്മൾക്ക് ഈശ്വരീയമായ നിവേദ്യങ്ങൾ തയ്യാറാക്കാനും ശ്രേഷ്ഠമായ ഭക്ഷണങ്ങൾ തയ്യാറാക്കാനും ഒക്കെ ഈ പൊങ്കാലക്കല ഉപയോഗിക്കാം. ചില ആൾക്കാർ പറയും അത് അങ്ങനെ തൊട്ടുകൂടാ, അത് അനങ്ങാതെ വെക്കണം, അത് ഐശ്വര്യമാണ്. ഒരാൾ ചിലപ്പോൾ 10ഓ 15ഓ തവണ ഇത് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നമ്മൾ ഒരു സാധനവും മോശമാക്കരുത്. ആ അമ്മയ്ക്ക് സമർപ്പിച്ച ആ പാത്രത്തിൽ തന്നെ നമ്മൾക്ക് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കഴിക്കുക, അതാണ് ഉത്തമം. അമ്മയ്ക്ക് സമർപ്പിച്ച പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുണ്യം എന്താ? പക്ഷെ മത്സ്യമാംസാദികൾ കഴിക്കാതെ, അതിന് പാകം ചെയ്യാതെ ശുദ്ധമായ നല്ല ഭക്ഷണങ്ങൾ പാകം ചെയ്തിട്ട് അത് നമ്മൾ കഴിക്കുന്നത്, ആ പാത്രം കഴിക്കാൻ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഭക്തിയാണ് പ്രധാനം, പിന്നെ ശുദ്ധി, മനഃശുദ്ധി. അപ്പം മനഃശുദ്ധിയോടുകൂടി, നിറഞ്ഞ ഭക്തിയോടുകൂടി നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണം ലഭിക്കും. അതിനായിട്ട് തളിപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് ആർക്കും പോകാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയും വേണമെങ്കിൽ പോകാം, ഞാൻ പറഞ്ഞു. എന്നാലും ഇവിടെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും ഒരു തവണ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ പ്രത്യേകത എന്താണെന്ന്. അപ്പോൾ ചെറിയ ക്ഷേത്രമാണ്, പക്ഷേ അത് ഗംഭീരമായ ചൈതന്യമാണ് ഉള്ളത്. ഒരു 10-16 വർഷം മുന്നേ ഒരു 12 വർഷം മുന്നേ എനിക്ക് ഉണ്ടായ വളരെ ഗംഭീരമായിട്ടൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നേരിട്ടുണ്ടായ അനുഭവമാണ്. ആ അനുഭവമാണ് എൻ്റെ സ്വന്തമായിട്ട് അനുഭവം. ഞാനതിവിടെ പങ്കുവെക്കുന്നില്ല. അപ്പോൾ ആ അനുഭവമാണ് ഞാൻ ഇത്രയും കാര്യം പറയാനിടയായിട്ടുള്ളത്. അതുപോലെ എല്ലാവർക്കും ആ പരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.